നമസ്കാരം. 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 അമ്മേ ദേവി വിശ്വനെ കാത്തുരക്ഷിക്കണേ. ഒരു വട്ടമെങ്കിലും എൻ ഗൃഹത്തിൽ ഏറ്റുമാനൂരപ്പ ശ്രീനീലകണ്ഠി ഏറിടും ദുരിതത്തിൻ. നാണപ്പ നമസ്കാരം. ആരെ കണ്ടാലും നമസ്കാരം പറയുന്ന നാണപ്പൻ ഇന്ന് എന്താണ് നമസ്കാരം പറയാത്തത്? ഉണ്ണിയേട്ടാ, നമ്മുടെ വിശ്വേട്ടന് കമ്പനി വെച്ചൊരു അപകടം ഉണ്ടായി. അയ്യോ, ഞാനതറിഞ്ഞില്ല. ഞാൻ കമ്പനിയിൽ നിന്ന് റിട്ടയർ ആയതിനു ശേഷം തിരുവനന്തപുരത്താണ് താമസം. ഒരു വിവരവും അറിയില്ല. എന്നായിരുന്നു അപകടം സംഭവിച്ചത്? ഒരാഴ്ചയായി, ഇതുവരെ ബോധം വീണിട്ടില്ല. എന്റെ ഏറ്റുമാനൂരപ്പ, ഞാൻ ഇതെന്താണ് കേൾക്കുന്നത്? വിശ്വൻ കമ്പനിയിലെ ഏറ്റവും നല്ല തൊഴിലാളിയായിരുന്നു. ആ സുഭാഷ് വിശ്വനെ ഒരുപാട് കഷ്ടപ്പെടുത്തുമായിരുന്നു. ഞാൻ അമ്പലത്തിൽ പോട്ടെ. വിശ്വേട്ടന്റെ പേരിൽ മൃത്യുഞ്ജോമം. ആവട്ടെ. വിശ്വൻ മെഡിക്കൽ കോളേജിലല്ലേ? ഞാൻ അവിടെ പോയി. ആശുപത്രി ചെന്നാലും കാണാൻ പറ്റിയില്ല. ഐസിയുലാന്നേ. എന്റെ ഏറ്റുമാനൂരപ്പ, ഭഗവാനെ, എല്ലാം നിന്നെ ഏൽപ്പിക്കുകയാണ്. കാത്തോളനെ. അയ്യോ പതുക്കെ പതുക്കെ. അയ്യോ വിശ്വേട്ടനെ പയ്യെ പിടിച്ച്. അയ്യോ പതുക്കെ. അയ്യോ വിശ്വേട്ടനത്തെ ഇങ്ങോട്ട് കിടത്തിക്കോ. രാധമ്മേ, ഒരു ഷീറ്റിംഗ് എടുത്തേ. ചേച്ചി, ഹോസ്പിറ്റലിലെ ബില്ല്. എൻ്റെ കൈ പൈസയായിട്ടൊന്നും ഇരിപ്പില്ല. ഞാൻ ഈ സ്വർണ്ണം ഊരി തരാം. അയ്യോ ചേച്ചി, അതൊന്നും ഇപ്പൊ വേണ്ട. അത് സാരമില്ല, ഇപ്പൊ വേണ്ട. അത് പിന്നെ ആണേലും മതി. അത് സാരമില്ല, എപ്പോഴായാലും തരേണ്ടതല്ലേ. ഇത് വിറ്റിട്ട് ഹോസ്പിറ്റലിലെ ക്യാഷ് അടച്ചോളൂ. എന്നാ ഞാനിത് വിറ്റിട്ട് ബാക്കി ക്യാഷ് നാണപ്പേട്ടൻ്റെ കൊടുത്തു വിട്ടേക്കാം. എന്നാ ശരി നാണപ്പേട്ട. അമ്മേ, അച്ഛനെന്താ കണ്ണു തുറക്കാത്ത? എനിക്കിതൊന്നും സഹിക്കാൻ പറ്റുന്നില്ല ചേച്ചിയമ്മേ. എൻ്റെ വിശ്വാസം സാരമില്ല മോളെ, മോള് കരയാതെ. ഞാൻ ഡോക്ടറെ കണ്ടിട്ടില്ല. 2 ദിവസത്തിനകം വിശ്വൻ എഴുന്നേക്കുമെന്നാ അദ്ദേഹം എന്നോട് പറഞ്ഞത്. സാരമില്ല മോളെ, എൻ്റെ മോള് കരയണ്ട. ഇനി കരഞ്ഞിട്ട് എന്ത് കാര്യം? സംഭവിക്കാനുള്ളത് സംഭവിച്ചില്ലേ. ഞാൻ കർത്താവിനോട് മുട്ടിപ്പായി പ്രാർത്ഥിക്കുന്നുണ്ട്.
എൻ്റെ മോള് കരയാതെ. സലോബി, നീ ആ കഞ്ഞി ഇത്തിരി രാധയ്ക്ക് കൊടുക്കുക. പാവം അതൊന്നും കഴിച്ചു കാണില്ല. എനിക്കൊന്നും വേണ്ട അപ്പച്ച. വാ മോളെ, ഞാൻ കുറച്ച് ചൂട് കഞ്ഞി കൊണ്ടുവന്നിട്ടുണ്ട്. വാ. മക്കളെ, അച്ഛൻ കണ്ണു തുറന്നു. ആ വിശ്വേട്ടൻ കണ്ണു തുറന്നു. വാ മക്കളെ. അച്ഛൻ ചേട്ടാ. കണ്ടു. വിശ്വേട്ട, ഇതാരൊക്കെയാന്ന് മനസ്സിലായോ? ദേ നമ്മുടെ മക്കള്. ചേട്ടാ, നാണപ്പനെ മനസ്സിലായോ? വയ്യ. അയ്യോ വിശ്വേട്ടനെ കളത്തിക്ക് വയ്യ. അയ്യോ. ആ വാ അമ്മു. രാധേ, നമ്മുടെ മധുവേട്ടൻ നമ്മളെ വിട്ടുപോയല്ലേ? അത് വിശ്വേട്ടൻ എങ്ങനെയാ അറിഞ്ഞേ? കമ്പനിയിൽ സുഭാഷ് കുറച്ച് മുമ്പ് എന്നെ വിളിച്ചിട്ടുണ്ടായിരുന്നു. ഹോ, അയാളെന്തൊരു ദുഷ്ടനാ. ഞാനിക്കാര്യം വിശ്വേട്ടനോട് പറയാതിരിക്കുമായിരുന്നു. ഇനി അത് മതി വിശ്വേട്ടന് മനസ്സ് വിഷമിക്കാൻ. ആ സുഭാഷാണത്ര ശരിയല്ല കേട്ടോ. അതെന്താ രാധേ? ആ, ഒന്നുമില്ല. മോളെ രാധികയെ ഇവിടെ ആരും ഇല്ലേ? ആ മാഷേ, കയറി പോരും മാഷേ. ഇവിടെ ഞാൻ മാത്രമേ ഉള്ളൂ. വാ മാഷേ, ഇരിക്കേ. രാധ അച്ഛനെ കൊണ്ട് ആശുപത്രിയിൽ പോയിരിക്കുക. അച്ഛന് വീണ്ടും അസുഖം കൂടിയോ മോനെ? ഓ, അച്ഛൻ്റെ സ്ഥിതി വളരെ മോശമായി വരിക മാഷേ. ശ്വാസം മുട്ടൽ നമുക്ക് കണ്ടു നിൽക്കാൻ പറ്റില്ല. അത്രയ്ക്ക് അലച്ചിലായി. പാവം, അതിനെ ഇങ്ങനെ കിടന്ന് അറിയിപ്പിക്കാതെ എത്രയും വേഗം അങ്ങ് വിളിച്ചാൽ മതിയായിരുന്നു. രാധയുടെ കൂടെ നാണപ്പനും ഉണ്ടല്ലോ അല്ലേ? ആ ഉണ്ട്. നാണപ്പേട്ടനുള്ളതാ ഒരാശ്വാസം. അവൻ പാവമാ, പരമശുദ്ധനുമാ. തമിഴിനാകട്ടോ ചെറുപ്പത്തിൽ ഊര് തണ്ടി ഇവിടെ വന്നതാ. ഗോവിന്ദന്റെ കടത്തിണ്ണയിലായിരുന്നു ഇരിപ്പും കിടപ്പും എല്ലാം. പിന്നെ അവന് സഹതാപം തോന്നി ഇങ്ങോട്ട് കൂട്ടിക്കൊണ്ട് പോകുന്നതാ. ഏതായാലും അവനുള്ളത് ഒരാശ്വാസമായി. ആ, അതിരിക്കട്ടെ. അപ്പോൾ ഈ നടുവിൻ്റെ വേദനയ്ക്ക് ആശ്വാസമുണ്ടോ വിശ്വ? ശരീരത്തിനുണ്ടാകുന്ന വേദന എത്ര വലുതായാലും നമുക്ക് സഹിക്കാൻ പറ്റും പക്ഷേ മനസ്സിനുണ്ടാകുന്ന ആഘാതം
അതെനിക്ക് സഹിക്കാൻ പറ്റുന്നില്ല മാഷെ. ഒന്നിനു പുറകെ ഒന്നായി ഇപ്പൊ എന്തൊക്കെയാ ഈ വീട്ടിൽ സംഭവിച്ചുകൊണ്ടിരിക്കുന്നത്? സാരമില്ല വിശ്വ, ഈ പ്രപഞ്ചത്തിൽ ഈശ്വരൻ അറിയാതെ ഒന്നും നടക്കുന്നില്ല. നീ വെറുതെ ഓരോന്നോർത്ത് മനസ്സ് വിഷമിപ്പിക്കാതെ. എല്ലാം സാവധാനം മാറിക്കോളും. ഇല്ല മാഷെ, ഞാനിപ്പോ എല്ലാം മറക്കാൻ ശ്രമിക്കുക. ആ വിശ്വ, മോനും കുടുംബവും അടുത്ത ആഴ്ച ന്യൂയോർക്കിന് തിരിച്ചു പോവുക. ആ, അവർ ഞങ്ങളെയും കൂടെ അങ്ങോട്ട് കൊണ്ടുപോവുക. ഞങ്ങൾക്കാണെ അങ്ങോട്ട് പോകാൻ ഒട്ടും താല്പര്യമില്ല. എന്നാ ചെയ്യാനാ, പോകാതിരിക്കാൻ പറ്റത്തില്ലല്ലോ. വല്ലപ്പോഴും ഒന്ന് കയറി വരാനും ഇടയ്ക്കൊന്ന് വിളിച്ച് വിശേഷങ്ങൾ അന്വേഷിക്കാനും ഞങ്ങൾക്ക് മാഷ് മാത്രമേ ഉണ്ടായിരുന്നുള്ളൂ. നീ ഇപ്പോ അതുകൂടി ഇല്ലാതാവുക. എനിക്കിത് സഹിക്കാൻ പറ്റുന്നില്ല മാഷ്. നിന്നെ പിരിയുന്നതിൽ എനിക്ക് വിഷമമുണ്ട് മോനെ. ജീവിതത്തിൽ ഇതൊക്കെ അനുഭവിച്ചല്ലേ തീരൂ. ജീവിതം ഒരു വലിയ സമസ്യയാണ് വിശ്വ. ആർക്കും ഒരിക്കലും പ്രവചിക്കാൻ പറ്റാത്ത ഒരുപാട് ഒരുപാട് അവസാന്തരങ്ങളിലൂടെ സഞ്ചരിക്കുന്ന ഒരു മഹാസമസ്യ. അതാണ് മോനെ ജീവിതം. സാരമില്ല മാഷെ, അവർ പറയുന്നതിലും കാര്യമുണ്ടല്ലോ. മാഷും ടീച്ചറമ്മയ്ക്ക് പ്രായമായി വരികയല്ലേ. ഇനി ഇങ്ങനെ തനിച്ച് താമസിക്കുന്നത് ശരിയല്ലല്ലോ. എന്തെങ്കിലും ഒരു ആവശ്യം വന്നാൽ ഒന്ന് ഓടി വരാൻ അയാൾ മാത്രമല്ലേ ഉള്ളൂ. സാരമില്ല മാഷെ, മാഷ് വെക്കോളൂ. ഇടയ്ക്ക് സമയം കിട്ടുമ്പോൾ ഒന്ന് വിളിച്ചാൽ മാത്രം മതി. മാഷിന്റെ ശബ്ദം കേൾക്കുന്നത് തന്നെ എൻ്റെ മനസ്സിൽ വലിയൊരു ആശ്വാസമാണ്. മാഷിന്റെ ശരീരം മാത്രമേ നിന്റെ അടുത്തുനിന്ന് പോകുന്നുള്ളൂ. എൻ്റെ മനസ്സ് എപ്പോഴും നിന്നോടൊപ്പം ഉണ്ടായിരിക്കും. സംസാരിച്ചിരുന്ന നേരെ ഒരുപാടായി വിശ്വ. എന്നാ ഞാൻ ഇറങ്ങട്ടെ.